ഇപ്പോഴത്തെ ജെൻസി പിള്ളേരും ആളുകളൊക്കെ യൂറോപ്പ്, UK എന്ന സ്വപ്നം കാണുന്ന പോലെയായിരുന്നു അന്നത്തെ 90s കിഡ്സിന് ബാംഗ്ലൂരിലേക്ക് വരിക എന്നുള്ളത്. ഹലോ, നമ്മുടെ കൂടെ ഇന്നുള്ളത് ബാംഗ്ലൂർ മലയാളി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഏറെ പരിചിതനായ വ്യക്തി. വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങി കർണാടക NSUI ജനറൽ സ്റ്റേറ്റ് സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി റിഷാൻ മുഹമ്മദ് VP, മാനേജിംഗ് ഡയറക്ടർ ഓഫ് റീറോം ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ്. ഹലോ റിഷാൻ ക. ഹായ്, എന്തൊക്കെയാണ് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നു. രാഷ്ട്രീയപരമായ വ്യക്തി ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? വളരെ ഹാപ്പിയാണ്. രണ്ടും വളരെ സന്തോഷകരമായി പോകുന്നു. വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് അങ്ങനെ തന്നെ പറയാം. വളരെ അപാരമായ അനുഗ്രഹമാണ്. അതിനാൽ നന്നായിട്ട് പോകുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും കർണാടക യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി എന്ന പദവിയിലേക്ക് താങ്കൾ വന്ന ആ ഒരു ജേണി, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷകരമായിട്ട് തന്നെ ആ ജേണി പറയാൻ എപ്പോഴും താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഇപ്പോഴത്തെ ജെൻസി പിള്ളേരും ആളുകളൊക്കെ യൂറോപ്പ്, UK എന്ന സ്വപ്നം കാണുന്ന പോലെയായിരുന്നു അന്നത്തെ 90s കിഡ്സിന് ബാംഗ്ലൂരിലേക്ക് വരിക എന്നുള്ളത്. വലിയ സ്വപ്നമായിരുന്നു എല്ലാവർക്കും ബാംഗ്ലൂരിൽ ഉന്നത പഠനത്തിന് വരിക എന്നുള്ളത്. അങ്ങനെ 2007 +2 പഠനം കഴിഞ്ഞ് 2008 ബാംഗ്ലൂരിൽ എൻജിനീയറിംഗ് പഠനത്തിന് വന്ന ആളായിരുന്നു ഞാൻ. തുടക്കത്തിലെന്ന പോലെ തന്നെ ഞാൻ നാട്ടിൽ വളരെയധികം സാമൂഹ്യ പ്രവർത്തന മേഖലയിലും രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലും നന്നായി പ്രവർത്തിച്ചു വന്ന ആളായിരുന്നു. ഒരുപാട് സ്വപ്നം കണ്ട് ബാംഗ്ലൂരിലേക്ക് വന്ന ഞാൻ ഇവിടെ ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂർ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനമോ ആക്ടിവിറ്റികളോ നമുക്ക് തുടക്കത്തിൽ ഇല്ലായിരുന്നു. അത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. അതേപോലെ തന്നെ ഹോം സിക്ക് ഫീൽ എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന ഞാൻ 2008 തന്നെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിക്കുകയുണ്ടായി. പിന്നെ നമുക്കറിയാലോ, നമ്മളൊരാളെ ഒരു സ്ഥലത്തേക്ക് ഒരു ജോലിക്ക് പോയിട്ടോ ഇല്ലെങ്കിൽ പഠനത്തിന് പോയിട്ടോ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലും നാട്ടിലും ചെല്ലുമ്പോൾ നമുക്കെന്തോ ഒരു പ്രശ്നമുള്ള പോലെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അനുഭവപ്പെടും. അതങ്ങനെ വരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നു. ഈ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വന്നപ്പോൾ പിന്നീട് ഈ ഇവിടുത്തെ മലയാളി വിദ്യാർത്ഥികളും അതേപോലെ തന്നെ പുറം നാട്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആദ്യമായി ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടി ബാംഗ്ലൂർ മലയാളി സ്റ്റുഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അൺരജിസ്റ്റേർഡ് വിദ്യാർത്ഥി സംഘടനയായിരുന്നു.